ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണല്ലേ ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എൻ്റെ മടി തന്നെയാണ്. ഭയങ്കര ഒരു മടിച്ചിയാണ് ഞാൻ. അപ്പോൾ അത് കാരണം തന്നെ പലപ്പോഴും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ മടിയായത് കാരണം വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാറില്ല. പിന്നെ സെക്കൻഡ് തിങ്, ഇൻ ബിറ്റ്വീൻ ലൈക്ക് എ ലോട്ട് വാസ് ഹാപ്പനിങ്, അതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ്. വേറെ ഒന്നുമല്ല, ഗുരുവായൂർ അമ്പലത്തിൽ പോവുകയാണെന്ന് കേട്ടോ. ലൈക്ക് ആഫ്റ്റർ ഓൾമോസ്റ്റ് ഒരു 2 ഇയേഴ്സിന് ശേഷമാണ് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നത്. മമ്മിയും മോനൂസും പൊന്നും ഒക്കെ ആയിട്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ തന്നെ ഞാൻ രാവിലെ അല്ല, ഒരു 7 മണിക്ക് നമ്മളൊരു ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് ഇറങ്ങാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈവനിങ് ദർശനമാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ് കുളിച്ചു. മമ്മിതേ കുളിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ കുളിച്ചു കഴിഞ്ഞു. എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുകയാണ്. കുറേ നാളായിട്ട് ഞാൻ അതൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതൊക്കെ ലൈക്ക് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്നുമില്ല, എന്താ ഒരു ടോൺ ചെയ്യും, പിന്നെ സെറം, വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അത്ര തന്നെ ഉള്ളൂ. സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാട്ടോ യൂസ് ചെയ്യുന്നത്. നല്ലൊരു മോയ്സ്ചറൈസർ. ആക്ച്വലി ഇത് മമ്മിയുടെയാണ്. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ തീർന്നപ്പോൾ മമ്മിയുടെ സെറ്റാഫിൽ യൂസ് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ എനിക്ക് ഭയങ്കര നന്നായിട്ട് തോന്നി. നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ സ്കിൻസിനും പറ്റുന്ന മോയ്സ്ചറൈസറാണെന്ന് തോന്നുന്നു. പിന്നെ സൺസ്ക്രീൻ ആണെങ്കിൽ ഞാൻ കെമിസ്റ്റിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. നല്ല സൺസ്ക്രീനാണ് കേട്ടോ. ലൈക്ക് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ ഈ പറയുന്ന പോലെ ഈ വൈറ്റ് കാസ്റ്റ് ഇല്ല, ലൈക്ക് ഗ്രീസി അല്ല, മനസ്സിലായോ? നമുക്കിങ്ങനെ സ്കിന്നിൽ എന്തെങ്കിലും കിടപ്പുണ്ടെന്നുള്ള ഫീലില്ല. അത്ര നല്ലൊരു സ്മൂത്ത് സൺസ്ക്രീനാണ്. അപ്പോൾ അതൊക്കെയാണ്. വളരെ ലൈറ്റായിട്ടുള്ളൊരു സ്കിൻ കെയർ റുട്ടീനാണ് എൻ്റെ. പിന്നെ ലൈക്ക് എപ്പോഴും മേടിച്ച മാമാ-എർത്തിൻ്റെ ഒരു ലിപ് ബാം ഉണ്ട്, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ കഫീൻ്റെ ലിപ് ടിൻറ്റും യൂസ് ചെയ്യും. ഞാൻ ലിപ് ബാം പോലെ തന്നെ ലിപ് ടിൻറ്റ് യൂസ് ചെയ്യുന്നത്. കുറച്ച് നല്ല മോയ്സ്ചറൈസിങ് ആണ് ആ ലിപ് ടിൻറ്റ്. അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കാണിച്ചു തരാം. ഇതിപ്പോൾ ലൈക്ക് മാമാ-എർത്തിൻ്റെ ഒരു ടിൻറ്റഡ് ലിപ് ബാമാണ്. യാ, അതാണ്. മമ്മിയൊക്കെ ദേ കുളിക്കാൻ പോയി. മോനൂസും കുളിക്കാൻ കയറിയിട്ടുണ്ട്. ഇപ്പോൾ എത്താൻ ഒരു പ്രശ്നമാണ് എൻ്റെ ഈ ബ്ലാക്ക് ഹെഡ്സ്. ഇപ്പോഴത്തെ നല്ല എൻ്റെ എപ്പോഴത്തെയും ഒരു പ്രശ്നമാണ് മൂക്കിലെ ബ്ലാക്ക് ഹെഡ്സ്. അത് എത്ര നോസ്ട്രിപ്സ് ഒക്കെ ഇട്ട് ചെയ്താലും അതൊന്നും മാറാറില്ല. ഇന്ന് രാവിലെ നമ്മൾ ബ്രെഡാണ് കഴിക്കുന്നത്. കാരണം അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ അധികം കുക്കിംഗ് ഒന്നുമില്ല. ബ്രെഡും ജാമും പിന്നെ കുറച്ച് പഴം ഇരിപ്പുണ്ട്, അതും കഴിക്കും. അങ്ങനെ മോനൂസ് ബ്രെഡിൽ ജാമൊക്കെ സ്പ്രെഡ് ചെയ്ത് കിച്ചണിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. മമ്മിയും മോനൂസും കൂടി ഏതോ ഒരു സിറമിൻ്റെ പേരിൽ വഴക്കൂടുന്നാണ് കാണുന്നത്. മമ്മിയുടെ സിറം ഇന്ന് തീർന്നപ്പോഴാണ് മമ്മി പറഞ്ഞ സിറം തീർന്നു. അപ്പോൾ മോനൂസ് ചോദിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മോനൂസിൻ്റെ കണ്ണിൽ ക്യാമറ പെട്ടു. ക്യാമറയല്ല, എൻ്റെ ഫോൺ പെട്ടു. പിന്നെന്താ, മോനൂസ് നമുക്ക് കുടിക്കാനുള്ള കോഫിയൊക്കെ കൊണ്ടുവരാൻ ഇടയ്ക്കിടയ്ക്ക് മോനൂസ് ചെക്ക് ചെയ്യാണ് ഫോണിൽ ക്യാമറ ഓണാണോ എന്നുള്ളത്. അങ്ങനെ ഞാൻ ജാമൊക്കെ തേച്ച് ബ്രെഡ് മോനൂസ് ബ്രെഡിൽ ജാം തേച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൽ ഫുഡെല്ലാം കഴിച്ച് ഞാൻ എൻ്റെ ഹെയർ പോയിന്ന് സെറ്റ് ചെയ്തു. ലൈക്ക് ഇൻ ദ സെൻസ് ഹെയർ ഒന്ന് അയൺ ചെയ്തു. എനിക്കിങ്ങനെ ഹെയർ അയൺ എവിടെയെങ്കിലും ഇങ്ങനെ ഫങ്ഷൻസിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഒക്കേഷൻസിൽ ഹെയർ ഇങ്ങനെ അയൺ ചെയ്യാറുണ്ട് ഞാൻ. ബിക്കോസ് എനിക്ക് അതാണ് കുറച്ചുകൂടി സ്റ്റൈൽ ചെയ്യാൻ എളുപ്പം. അല്ലാത്ത പക്ഷേ എൻ്റെ ഹെയർ ഇങ്ങനെ കേളി ആൻഡ് ഫ്രിസി, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെ കെട്ടിയാലും ശരിയാവില്ല. പിന്നെ മമ്മി പറഞ്ഞു മമ്മിയുടെ ഹെയറിൻ്റെ ഫ്രണ്ട് ഏരിയ മാത്രം, ക്രൗൺ ഏരിയ മാത്രം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ അത് അയൺ ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ഹെയറൊക്കെ ചീകുന്നതാണ് നിങ്ങളാ കാണുന്നത്. മമ്മി ഹെയർ ഫുള്ള് ചെയ്യില്ല, ജസ്റ്റ് ക്രൗൺ ഏരിയ മാത്രം. ഞാൻ ഹെയർ ഫുള്ളൊന്ന് അയൺ ചെയ്തു. എൻ്റെ ഹെയറിൻ്റെ ക്രൗൺ ഏരിയ ഓൾറെഡി പെർമനൻ്റ്ലി ലൈക്ക് സ്ട്രെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്, സ്മൂത്ത്ലിങ് ചെയ്തിട്ടേക്കാണ്. പക്ഷെ എന്നാലും റൂട്ട് ചെയ്യാറായിട്ടുണ്ട്. സോ ഞാൻ മൊത്തത്തിലൊന്ന് അയൺ ചെയ്തു. അങ്ങനെ മമ്മിയുടെ ഹെയർ അയൺ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞത് ഈ മേക്കപ്പിലേക്ക് കടക്കുന്നതാണ് കാണുന്നത്. എഗെയിൻ ഞാൻ ആ സൺസ്ക്രീൻ ഒന്നും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. ലൈക്ക് നല്ല ലൈറ്റ് വെയ്റ്റ് സൺസ്ക്രീൻ ആണ് കേട്ടോ. നമുക്ക് എത്ര അപ്ലൈ ചെയ്താലും അങ്ങനെ ഭയങ്കര ഒരു ഹെവിനെസ്സോ അല്ലെങ്കിൽ ഫേസിൽ എന്തെങ്കിലും കിടക്കുന്നുണ്ടെന്നോ അങ്ങനത്തെ ഫീൽസ് ഒന്നുമില്ല. ഞാൻ പിന്നെ ഭയങ്കര റഫായിട്ടാണ് കേട്ടോ സൺസ്ക്രീൻ തേക്കുന്നത്. എനിക്ക് തന്നെ കണ്ടിട്ട് വേദനിക്കുന്നു. മമ്മിയുടെ ഈ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് മമ്മി ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് നിങ്ങളെ കാണുന്നത്. പിന്നെ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഫൗണ്ടേഷൻസോ കോമ്പാക്ട് പൗഡേഴ്സോ ഒന്നും യൂസ് ചെയ്യുന്നത്, ജസ്റ്റ് ആ വൈറ്റ് ടോണിൻ്റെ പൗഡർ മാത്രമാണ്. ബിക്കോസ് വേറൊന്നും അല്ല, ഈ ചൂട് കാരണം ഭയങ്കര സ്കിൻ ഇറിറ്റേഷൻസ്, സ്കിന്നിന് ഭയങ്കര ഹെവി അങ്ങനത്തെയൊക്കെ ഒരു ഫീല്. അപ്പോൾ അത് കാരണം ജസ്റ്റ് വൈറ്റ് ടോണിൻ്റെ പൗഡർ മാത്രമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കണ്ണൊക്കെ എഴുതി, ലൈക്ക് ഐബ്രോസൊക്കെ ചെയ്തു, ലിപ്സ്റ്റിക് ഇട്ടു, ഹെയറും ചെയ്തു. അങ്ങനെ ഇതാണ് എൻ്റെ
സാരി. ഇത് ആക്ച്വലി മമ്മിയുടെ സാരിയാണ്, ബ്ലൗസും മമ്മിയുടെയാണ്. ഇന്നലെ ഈവനിങ് ഞാൻ കൊണ്ടുപോയി മമ്മിയുടെ ഫ്രണ്ട് ഉണ്ട് തൃപ്പൂണിത്തുള്ള, ചേച്ചിയുടെ അടുത്ത് കൊണ്ടുപോയി ഷേപ്പ് ചെയ്തതാണ്. ആൻഡ് മമ്മി മോനൂസൊക്കെ റെഡിയായി ഞങ്ങളിതേ ഫ്ലാറ്റ് പൂട്ടി ഇറങ്ങി. ഓൾമോസ്റ്റ് ഒരു 12:30 കഴിഞ്ഞു. ഒരു ഓൾമോസ്റ്റ് 1 മണിയോ ആവാറായി. 12:30 ഇറങ്ങാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ, പക്ഷെ ലേറ്റായി. അങ്ങനത്തെ ഞാനും മമ്മിയും മോനൂസും കൂടി ഇറങ്ങാൻ പോവാണ്. കറക്റ്റ് ഞങ്ങൾ റെഡി ഇറങ്ങിയപ്പോൾ ആരോ വണ്ടി കഴുകിയിട്ട് ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ ഫുൾ വെള്ളം. മമ്മിയാണെങ്കിൽ വൈറ്റും കൂടി ഇട്ടിരിക്കുന്നത്, ഞാനാണെങ്കിൽ മമ്മിയുടെ സാരി എടുത്തിരിക്കുന്നത്. അതിലെന്ത് അഴുക്കായാലും മമ്മി എന്നെ ശരിയാക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആക്ച്വലി അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് ആദ്യം ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്നൊരു പ്ലാനിലാണ്. കാരണം ഓൾമോസ്റ്റ് ഇറങ്ങിയപ്പോൾ 12:30 കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് പോകാം. CSC ലയത്ത് അവിടെയാണ് ലഞ്ച് കഴിക്കാൻ വന്നേക്കുന്നത്. മോനൂസിൻ്റെ റെക്കമെൻഡേഷനാണ്. നല്ല ഫുഡാണ് കേട്ടോ, സീരിയസ്ലി അടിപൊളി ഫുഡാണ്. ലൈക്ക് ഞങ്ങൾ വെജിറ്റേറിയൻ മീൽസാണ് കഴിച്ചത്. നല്ല മീൽസായിരുന്നു. ലൈക്ക് ഈച്ച് ആൻഡ് എവറി കറികൾ നല്ല ടേസ്റ്റി ആയിരുന്നു. അവിയലാണെങ്കിലും ക്യാബേജ് തോരൻ, പിന്നെ എന്തോ ഒരു കൂട്ടുകറി ഉണ്ടായിരുന്നു, ഈവൻ അച്ചാറാണെങ്കിലും സാമ്പാറും എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. ആൻഡ് അവസാനം ഇവരുടെ ഒരു പാലട പായസം ഉണ്ടായിരുന്നു കേട്ടോ. വിശപ്പ് പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാൻ നല്ല വിശന്നിരിക്കുമായിരുന്നു. കാരണം ഓൾമോസ്റ്റ് അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 2:30 ആ റേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അവരുടെ പാലട പായസം ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. അടിപൊളി പാലട പായസമായിരുന്നു. അവരുടെ ഊണും അടിപൊളിയായിരുന്നു. ഞങ്ങളിതേ അമ്പലത്തിലെത്തി. ദർശനം എല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ കോൾഡ് കോഫി ഇപ്പോൾ ഇങ്ങനെ ട്രെൻഡിങ് ആണല്ലോ, അവിടെ കയറി കോൾഡ് കോഫി കുടിക്കുന്നതാണ് നിങ്ങളാ കണ്ടത്. അവിടെ എത്തിക്കഴിഞ്ഞ് ഞങ്ങളൊരു 3:30 ഒക്കെ ആയപ്പോൾ എത്തിയിട്ട് ഫോണും ചെരുപ്പൊക്കെ കാറിൽ വെച്ചിട്ട് ഞങ്ങൾ നേരെ ക്യൂ നിന്നു. എന്നിട്ടൊരു 3 hours ഓൾമോസ്റ്റ് ഒരു 6:15 ആയപ്പോൾ ദർശനം കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് കോൾഡ് കോഫി കുടിച്ച് ഞങ്ങൾ നേരെ പഴയിടത്ത് ചെന്നിട്ട് ഞങ്ങളിതേ ദോശ കഴിക്കുകയാണ്. മോനൂസ് മൈസൂർ മസാല ദോശയായിരുന്നു, മമ്മി ലൈക്ക് പനീർ ദോശ, പിന്നെ ഞാൻ മഷ്റൂം ദോശ. പനീർ ദോശയായിരുന്നു ഏറ്റവും അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരത്തെ ചെണ്ടക്കടയുടെ ഒരു ഔട്ട്ലെറ്റ്, ചെണ്ടക്കട ഉണ്ട് അവിടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത്. തിരിച്ച് വരുന്ന വഴിക്ക് നല്ല മഴയുണ്ടായിരുന്നു. ലൈക്ക് ഇൻ ബിറ്റ്വീൻ അമ്പലത്തിൽ നിൽക്കുമ്പോഴും നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഓൾമോസ്റ്റ് ഒരു 11:30 12 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഏകദേശം വീട്ടിലെത്തി.